ശ്രീമാത്രേ നമഃ. നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത കച്ഛപി. നിറങ്ങളെപ്പറ്റിയും മണങ്ങളെപ്പറ്റിയും പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ശബ്ദത്തെക്കുറിച്ച് പറയണം. കാരണം ആധ്യാത്മിക അനുഭൂതിയിൽ നിറവും മണവും കഴിഞ്ഞാൽ പിന്നെ ശബ്ദമാണ്. ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത കച്ഛപി. കച്ഛപി എന്നുള്ളത് സരസ്വതി ദേവിയുടെ വീണയുടെ പേരാണ്. ഓരോരുത്തർക്കും വീണയുണ്ട്. നാരദന്റെ വീണയുടെ പേര് മഹതി എന്നാണ്. സരസ്വതി ദേവി വീണ വായിച്ചു കൊടുക്കും മഹാത്രിപുര സുന്ദരിക്ക് രസിക്കാൻ. സംഗീതത്തിലെ ഏറ്റവും ഉയർന്ന അവസ്ഥ വീണയുടേതാണ് എന്നാണ് സംഗീതജ്ഞരുടെ അഭിപ്രായം. ഒരു നല്ല സംഗീതജ്ഞനാകണമെങ്കിൽ അദ്ദേഹം വീണാവാദനം നടത്തുന്നയാൾ കൂടിയായിരിക്കണം. കാരണം വീണയിലാണത്രേ എല്ലാ തരത്തിലുമുള്ള ഗമകങ്ങളും പ്രയോഗിക്കാൻ സാധിക്കുക. അതുകൊണ്ട് വീണ വായിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് സംഗീത ലോകത്തൊരു പ്രത്യേക സ്ഥാനമുണ്ട്. സരസ്വതി ദേവി സംഗീതത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ വിഹരിക്കുന്നവളായതുകൊണ്ട് സരസ്വതി വീണ വായിക്കുന്നു. ആ സരസ്വതിയുടെ വീണ ദേവിയെ കേൾപ്പിക്കാൻ വേണ്ടി വായിക്കുകയാണ്. അതിൽ പശുപതിയായ ശംഭുവിൻ്റെ സ്തുതികളാണ് ദേവി വീണയിൽ വായിക്കുന്നത്. സരസ്വതി ദേവി ഇതുപോലെ വീണ വായിക്കുമ്പോൾ സാക്ഷാൽ ത്രിപുരസുന്ദരി ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ദേവിയുടെ ചെവിയിലെ തോടകൾ ഇളകിക്കൊണ്ടിരിക്കും. സൂര്യചന്ദ്രന്മാരാണ് ഈ തോടകൾ എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവയുടെ വർണ്ണമയവും വീണയുടെ ശബ്ദമയവുമായ അന്തരീക്ഷം. അപ്പോൾ ക്രമേണ സരസ്വതി ദേവിക്ക് ഒരഹങ്കാരം ഉണ്ടാകുന്നു. ഞാൻ വായിക്കുന്നതിൻ്റെ കേമത്തം കൊണ്ടാണ് ദേവി ഇങ്ങനെ ആസ്വദിക്കുന്നത് എന്ന്. വലിയ ഒരു ആള് തന്നെയാണ് താൻ എന്ന് സാക്ഷാൽ സരസ്വതി ദേവിക്ക് തന്നെ തോന്നുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് തോന്നുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അല്ലേ? വിദ്യയുടെ ദേവതയ്ക്ക് പോലും അഹങ്കാരം ഉണ്ടാകാമെങ്കിൽ അവിദ്യയുടെ മൂർത്തിമദ്ഭാവങ്ങളായ നമുക്ക് അല്പം അഹങ്കാരമൊക്കെ ഉണ്ടായിപ്പോകുന്നത് സ്വാഭാവികമല്ലേ? സരസ്വതി ദേവി ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ വീണവായനയുടെ വേഗത കൂടി. അപ്പോൾ തന്നെ പരമേശ്വരിക്ക് ഇത് മനസ്സിലായി. ഇത് കുറച്ച് അഹങ്കാരമാണല്ലോ എന്ന്. അപ്പോൾ ദേവി സഭാഷ് എന്നൊന്നുച്ചരിക്കും. ഇതു കേട്ടതും പിന്നെ വീണ മിണ്ടാതെയായി. വീണ നിശബ്ദയായി തീർന്നു. ത്രിപുരസുന്ദരിയുടെ വാക്മാധുര്യത്തിൻ്റെ മുൻപിൽ, ശ്രുതിമാധുര്യത്തിൻ്റെ മുൻപിൽ വീണ പോലും ലജ്ജിച്ചൊളിക്കും. കാരണം വീണാനാദമാണത്രേ ഏറ്റവും മനോഹരമായ നാദം. ആ മനോഹര വീണാനാദത്തെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ സുന്ദരവും ശ്രുതിമധുരവുമാണ് ദേവിയുടെ മൊഴികൾ. സല്ലാപം എപ്പോഴാണ് സല്ലപിക്കുന്നത്?